ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കി ചെയ്ത് നോക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു കുക്കിയാണ്. ഓട്സും നട്ട്സും ചോക്ലേറ്റും ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു കുക്കിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ കുക്കി ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലപോലെ ഇഷ്ടപ്പെടും. നല്ല ഫ്രഷ് ആയിട്ട് ഹോം മെയ്ഡ് ഹെൽത്തി കുക്കി നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ചോക്ലേറ്റ് ചിപ്സ്, നട്ട്സ്, ഓട്സ്, ഓൾ പർപ്പസ് ഫ്ലോർ, ബ്രൗൺ ഷുഗർ, റെഗുലർ ഷുഗർ, മുട്ട, ബട്ടർ, ചോക്ലേറ്റിൻ്റെ ബാർ എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ, ഉപ്പ്, വാനില എസൻസ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഞാൻ റോൾഡ് ഓട്സ് ഒരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല ഫൈൻ പൗഡർ പോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഒരു 8 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടറും ഷുഗറും എല്ലാം കൂടെ ചേർന്ന് ഒരു സ്മൂത്ത് ബാറ്റർ നമുക്ക് ആക്കിയെടുക്കണം. ഞാൻ ബീറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ്കോ നമ്മുടെ ബ്ലെൻഡറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം റെഗുലർ ഷുഗറും 1/2 കപ്പോളം ബ്രൗൺ ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ബീറ്റ് ചെയ്തിട്ട് നല്ലൊരു സ്മൂത്ത് ക്രീം പോലെ നമുക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു എഗ്ഗ് ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് പൗഡർ ഫോമിലാക്കി വെച്ചിരിക്കുന്ന ഓട്സ് 1.25 കപ്പോളം ഉള്ള ഓട്സ് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ 1 കപ്പോളം ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂൺ വീതം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഈ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞ് നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ബീറ്റർ വേണമെന്നില്ല, നിങ്ങൾക്ക് സ്പാച്ചുല ഉപയോഗിച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഡോവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 12 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് ചിപ്സ്, അത് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതും വാൾനട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ചോപ്പ് ചെയ്ത വാൾനട്ട് ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഏതെങ്കിലും ചോക്ലേറ്റ് ഒരു 8-10 ടേബിൾ സ്പൂണോളം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ മതി. ഇതുകൂടെ ചേർത്താൽ അത് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുക്കി ഉണ്ടാക്കുമ്പം പിള്ളേർക്ക് ഇഷ്ടമുള്ള ഏതാ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ അത് മിക്സ് ചെയ്യണം. ഓട്സൊക്കെ ചേർന്നായതുകൊണ്ട് ഇതും കൂടെ ചേർത്ത് അവരുടെ ഫേവറേറ്റ് ടേസ്റ്റും കൂടെ വരുമ്പം അവർ കഴിച്ചോളും. ഇനി നമുക്കൊരു ബേക്കിംഗ് ഷീറ്റ് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുവാണ്. നമുക്കത് ഒത്തിരി അങ്ങ് പരത്തി ഒന്നും കൊടുക്കണ്ട, കാരണം ബേക്ക് ചെയ്യുമ്പോഴത്തേനും ഇത് കുറച്ചുകൂടെ ഒന്ന് വികസിച്ച് വരും കേട്ടോ. അന്നേരം നമുക്കൊരു 1 to 2 ഇഞ്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അടുത്തത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് ഐസ്ക്രീം സ്കൂപ്പർ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു തവി വെച്ച് ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഒരേ അളവിൽ നമുക്ക് കുക്കി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഈ കുക്കി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ 370 or 375 ഡിഗ്രിയിൽ ഒരു 10 to 12 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുക്കി ബേക്ക് ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കുക്കി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.